40 വർഷം പിന്നിട്ടിട്ടും മലയാളത്തിൽ 18-ൻ്റെ മാധുര്യം പകരുന്ന ഒരു ചിത്രമുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 ആ കുടുംബചിത്രം. മലയാള സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഇത്രത്തോളം ആനന്ദിപ്പിച്ച, സന്തോഷിപ്പിച്ച, വേദനിപ്പിച്ച ഒത്തിരി മുഹൂർത്തങ്ങൾ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ബാലചന്ദ്ര മേനോൻ ഡയറക്റ്റ് ചെയ്ത ഏപ്രിൽ 18. അഗസ്റ്റിൻ പ്രകാശിൻ്റെ നിർമ്മാണത്തിൽ ബാലചന്ദ്ര മേനോൻ കഥയും തിരക്കഥയും സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് ഏപ്രിൽ 18. ഒരു പോലീസ് ഓഫീസർ ഇത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ് എന്ന് തെളിയിച്ച ആദ്യത്തെ ചലച്ചിത്രം കൂടിയാണ് ഏപ്രിൽ 18. ശോഭന എന്ന നായിക ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും ഈ ചിത്രത്തിലൂടെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശോഭനയെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന സംവിധായകനാണ് ബാലചന്ദ്ര മേനോൻ. ഏപ്രിൽ 18 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചിത്രത്തിൽ അതിമനോഹരമായ ഒരു കഥാപാത്രത്തെയാണ് അടൂർ ഭാസി അവതരിപ്പിച്ചിരിക്കുന്നത്. മേനോൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അമ്മാവൻ എന്ന കഥാപാത്രം, അതായത് നായികയുടെ അച്ഛൻ, കൊടിയേറ്റത്തിലൂടെ ഭരത് അവാർഡ് ലഭിച്ച ഭരത് ഗോപി ഈ ചിത്രത്തിൽ ഗോപിപ്പിള്ള എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ചു. വേണുനാഗവള്ളി, ഉണ്ണിമേരി, ശ്രീനാഥ്, മണിയമ്പിള്ള രാജു എന്നിവർ ഈ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബിച്ചു തിരുമല, എ.ടി. ഉമ്മർ കൂട്ടുകെട്ടിൻ്റെ അതിമനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കാളിന്തി തീരം തന്നിൽ എന്ന ഗാനവും അഴിമതി നാറാപിള്ള എന്ന ഗാനവും മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. പോലീസ് കഥകളിൽ വച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു മേനോൻ്റെ ഏപ്രിൽ 18. ശോഭനയുടെ ഏറ്റവും മികച്ച അഭിനയ പ്രകടനം ഈ ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നുള്ള സീരിയലുകളുടെ യഥാർത്ഥ ഉപജ്ഞാതാവ് മറ്റാരുമല്ല, ബാലചന്ദ്ര മേനോൻ തന്നെയാണ്. കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായ സംവിധായകൻ മേനോൻ്റെ ഏപ്രിൽ 18 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 18-ൻ്റെ മാധുര്യത്തോടെ നിറഞ്ഞു നിൽക്കുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കലണ്ടറിൽ ഏപ്രിൽ 18 എന്ന തീയതി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏപ്രിൽ 18 എന്ന മലയാളത്തിലെ മികച്ച കുടുംബചിത്രവും മറ്റൊന്ന് ഏപ്രിൽ 18 നമുക്ക് സമ്മാനിച്ച ശ്രീ ബാലചന്ദ്ര മേനോനെയും.